ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. നമ്മുടെ പഠന പരമ്പര റോമാലേഖനത്തിൽ നിന്നാണ്. 125 അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 125 അവതരണം റോമലേഖനത്തിൻ്റെ 6-ാം അധ്യായമാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. റോമലേഖനത്തിൻ്റെ 6-ാം അധ്യായം ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം, വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം എങ്ങനെ സാധ്യമാണ്. ഇതാണ് 6ഉം 7ഉം അധ്യായങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തെ പ്രബോധിപ്പിക്കുന്നത്. വിശുദ്ധ ജീവിതം, അതിനുവേണ്ടിയാണ് നാം നീതീകരിക്കപ്പെട്ടത്. ശിക്ഷാവിധിയിൽ നിന്നും നീതീകരിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ഒരു വിശുദ്ധീകരണ ജീവിതം ദൈവം പ്രതീക്ഷിക്കുന്നു. അതിനായിട്ടാണ് ദൈവം സുവിശേഷത്താൽ നമ്മെ ഈ ലോകത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ആത്മീക മരണത്തിൽ നിന്നെല്ലാം ദൈവം വിളിച്ച് വേർതിരിച്ചത്. ദൈവത്തിനായിട്ടാണ്. ദൈവത്തിനായി ഉപയോഗിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടണം, വേർതിരിക്കപ്പെടണം. ഒരു സ്ഥലത്ത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ വന്നിരിക്കുന്നതല്ല ഇത്. വേർതിരിക്കപ്പെട്ടൊരു ജീവിതമുണ്ടാകണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് നാം പ്രയോജനപ്പെടുകയുള്ളൂ. ദൈവത്തിനായി നാം വേർതിരിക്കപ്പെട്ടവരായി വിശുദ്ധ ജീവിതം ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളിൽ നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ പൗലോസ് പറഞ്ഞു, ആദ്യം നിങ്ങൾ ചിലത് അറിഞ്ഞിരിക്കണം. നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, പാപശരീരത്തിന് നീക്കം വന്നു, പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. ഇതൊക്കെ നാം അറിഞ്ഞിരിക്കണം. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ എണ്ണേണ്ടത് ഏത് വിധത്തിലാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കേണ്ട ഏത് വിധത്തിലാണ്. ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണ്, ദൈവത്തിനായി ജീവിക്കുന്നവനാണ്. ഇത് നമുക്ക് നന്നായി ബോധ്യമുണ്ടായിരിക്കണം. എല്ലാ ദിവസവും ഇത് ബോധ്യപ്പെട്ടിരിക്കണം. പാപത്തോടുള്ള ബന്ധത്തിൽ ഞാൻ മരിച്ചവനാണ്, അതേസമയത്ത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവനാണ്. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് നമുക്കിത് സാധ്യമാക്കിയത് കർത്താവ് യേശുവാണ്. മൂന്നാമതായിട്ട് 12-13 വാക്യങ്ങളിൽ നമ്മോട് പറഞ്ഞത് നാം സമർപ്പിക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യപ്പെടുന്നത്, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നമ്മുടെ തലയിൽ കയറിയിരുന്ന് നമ്മളെ വീണ്ടും അടിമപ്പെടുത്താൻ കാത്തിരിക്കുന്നൊരു ശക്തി ഉണ്ടെന്ന് മറക്കരുത്. അതുകൊണ്ട് പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. അങ്ങനെ ചെയ്താൽ പാപം വീണ്ടും വാഴും. അതുകൊണ്ട് അനീതിയുടെ ആയുധങ്ങളായി നമ്മുടെ ശരീരത്തെ സമർപ്പിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി, ഇതാണ് തിരിച്ചറിവ്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. നാം ചെയ്യേണ്ട ഒരു കടമയാണ്. ഇപ്പോൾ 3-ാമത്തെ ഭാഗത്തിൽ പൗലോസ് ഈ വേദഭാഗത്തിലൂടെ ആരംഭിക്കുകയാണ്. 12-ാം വാക്യത്തിൽ ആകയാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുമായിട്ടുള്ള അതിൻ്റെ ബന്ധത്തിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപസംഹാരത്തിലേക്ക് എത്തിക്കുകയാണ്. ഇത്രയും പറഞ്ഞത് എന്തിനു വേണ്ടി എന്ന് പറയുകയാണ്. നാം സമർപ്പിക്കണം. ഈ കേട്ടതിൻ്റെ ആത്മീകമായ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട തീരുമാനമെന്ത്? ദൈനംദിന ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട പരിശീലനമെന്ത്? വ്യക്തമായിട്ട് പൗലോസ് കാണിച്ചു തന്നു. ആർക്കു വേണ്ടിയാണ് എഴുതുന്നത്? നമ്മോടും പറഞ്ഞു തന്നു, നാം പാപസംബന്ധമായി മരിച്ചവരാണ്. സ്നാനത്തിലൂടെ ക്രിസ്തുവിൽ പുതിയ ജീവിതത്തിൽ പ്രവേശിച്ചവരാണ്, ജീവൻ്റെ പുതുക്കത്തിൽ. അപ്പം അതുകൊണ്ട് ആ തരത്തിൽ വ്യത്യസ്തമുള്ള ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. ഇത് നമ്മിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. പാപസംബന്ധമായി മരിച്ചവരാണെങ്കിൽ, ക്രിസ്തുവിനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പുതിയ ജീവിതത്തിൽ വന്നവരാണെങ്കിൽ, ഇനിയുള്ള ജീവിതത്തിൽ അത് തെളിയിക്കണം. ഒരു പ്രത്യേക ജീവിത ശൈലി നമുക്കുണ്ടായിരിക്കണം. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. ആദ്യത്തെ ധാർമ്മിക ഉപദേശമാണ് റോമാലേഖനത്തിൽ. ആദ്യത്തെ ധാർമ്മികമായിട്ടുള്ളൊരു ഉപദേശം തരികയാണ്. റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയും റോമർ 2-ന്റെ 10-ലും ദൈവഭക്തിയിൽ ജീവിക്കേണ്ടതിൻ്റെ ശക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള വ്യത്യസ്തമായി ധാർമ്മികമായ രീതിയിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള ഉപദേശമാണ് റോമലേഖനം 6-12. നേരിട്ടുള്ള ഉപദേശമാണ്. ദൈവം തൻ്റെ അനുയായികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ജീവിതമാണ്. വെളുത്ത വേഷം ധരിക്കുന്നതല്ല വിശ്വാസ ജീവിതം.
ദൈവം തൻ്റെ മക്കളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വേർതിരിച്ച് നിൽക്കണം, വേർപെട്ടവരാകണം. ഒരു പ്രത്യേക ജീവിതം നിങ്ങൾക്കുണ്ടായിരിക്കണം. പഴയ ജീവിതത്തിൽ നിന്ന് വ്യത്യാസമായിരിക്കണം ഇപ്പോഴത്തെ ജീവിതം, ക്രിസ്തുവിൽ വന്ന ജീവിതം. ഇപ്പോൾ റോമലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് ഇതുവരെ പ്രസ്താവനകളാണ് നടത്തിയത്. ഇപ്പോൾ കൽപ്പന തരികയാണ്. കൽപ്പനയുടെ രൂപത്തിലാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്. ഇത് വെറും വിവരം നൽകുകയല്ല, ഇത് പ്രബോധനം, ബുദ്ധി ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇതാദ്യത്തെ പ്രബോധനം ഇതാണ്. 12-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാൻ പലതവണ വായിക്കേണ്ടി വരും, പലതവണ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ടൊന്നും നാം അതനുസരിക്കണമെന്നില്ല. അത് നാം തീരുമാനിക്കണം. നല്ല വ്യക്തമായ വെളിച്ചമുണ്ടാകണം. ഇപ്പോൾ പൗലോസ് കൽപ്പന കൊടുക്കുകയാണ്. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. വെറും പ്രസ്താവനയല്ല, വെറും ഒരു വിവരം അറിയിക്കുകയല്ല, കൽപ്പനയാണ്. ഇനി വാഴരുത് പാപം നിങ്ങളുടെ ശരീരത്തിൽ. അപ്പോൾ ഒരു വലിയ സത്യത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് പൗലോസ് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കാരണം നിങ്ങൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവരാണ്. 7-ാം വാക്യം നമ്മൾ കണ്ടു, പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവരാണ്. 6-ാമത്തെ വാക്യത്തിൽ പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരാൻ പഴയ മനുഷ്യനെ ക്രൂശിച്ചവരാണ്. അതുകൊണ്ട് വീണ്ടും പാപത്തിന് അവസരം കൊടുക്കുക. പാപം നിങ്ങളുടെ തലയിൽ കയറി വന്ന് നിങ്ങളുടെ മേൽ ഭരണം നടത്താൻ വീണ്ടും നിങ്ങളെ അനുവദിക്കരുത്. നാം അനുവദിച്ചാലേ നടക്കുകയുള്ളൂ. നാം അനുവദിക്കാതെ പാപം നമ്മളെ വാടില്ല. അയ്യോ, ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു, പാപം എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അത് ക്രിസ്തീയ ജീവിതത്തെ മനസ്സിലാക്കാത്തവരുടെ അബദ്ധമാണ്. അവനൊരിക്കലും സംഭവിക്കില്ല. ഞാൻ തന്നെ വാതിൽ തുറന്നിട്ടത് കൊണ്ടാണ്, ഞാൻ തന്നെ അവൻ കടന്നു വന്നപ്പോൾ അവൻ്റെ ആകർഷണത്തിൽ ഞാൻ തന്നെ ആഗ്രഹിച്ചത് കൊണ്ടാണ്, എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹവും മോഹവും താല്പര്യവും ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഗ്ലാസ് വാങ്ങിച്ചത്, ഞാനത് വലിച്ചു കയറ്റിയത്. അല്ലാതെ എന്നെ നിർബന്ധിച്ച് വായിക്കാതെ ഉറങ്ങിക്കിടന്ന് എൻ്റെ വായിലേക്ക് ട്യൂബ് വെച്ച് ഒഴിച്ചു തന്നല്ല. എന്നിലുള്ള മോഹമാണ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത്. പോലീസ് അത് ചെയ്യരുത്. പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. രണ്ടാമത് പിടി വീട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാകും. അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും പലരുടെ വിചാരം പാപം എനിക്ക് ഭീഷണിയല്ല. ഞാൻ പാപസംബന്ധമായി മരിച്ചു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു, അതുകൊണ്ട് പാപം ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല, പാപം എനിക്കൊരു ഭീഷണിയല്ല. അതല്ല വാസ്തവം. കാരണം അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ച വ്യക്തി വീണ്ടും അടിമത്തത്തിലാകാം. വീണ്ടും അടിമയായിട്ട് ജീവിക്കാൻ വേണമെങ്കിൽ അവൻ വീണ്ടും അടിമത്തം സ്വീകരിക്കാം. അതുപോലെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചൊരു മനുഷ്യന് വീണ്ടും പാപത്തെ സേവിക്കാനിടയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ, സൂക്ഷിച്ചില്ലെങ്കിൽ, തങ്ങളെ തന്നെ പരിശോധിച്ച് സമർപ്പിച്ച് ജീവിച്ചില്ലെങ്കിൽ, അറിയേണ്ടത് അറിഞ്ഞില്ലെങ്കിൽ വീണ്ടും പാപത്തിൻ്റെ ദാസനായി മാറാം. അതുകൊണ്ട് പൗലോസ് നിങ്ങൾക്കങ്ങനെ ഭവിക്കരുത്, നിങ്ങൾക്കെന്നെ സംഭവിക്കരുത് എന്നാണ് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങളുടെ മർത്യ ശരീരത്തിൽ പാപം വാഴരുത്. മർത്യ ശരീരം, ഈ ശരീരം കൊണ്ട് ദൈവത്തെ സേവിക്കാൻ കഴിയും, അല്ലെങ്കിൽ പാപത്തെ സേവിക്കാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ ദിവസം ശരീരത്തെക്കുറിച്ച് കണ്ടു. ശരീരം അതിൽ തന്നെ ദോഷമല്ല. അതുകൊണ്ട് ദൈവത്തെ സേവിക്കാം, പിശാചിനെ സേവിക്കാം. നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. മർത്യ ശരീരം എന്ന് വെച്ചാൽ മരിക്കുന്ന ശരീരം. ശ്രദ്ധിക്കുക, ചിന്തിക്കുക. ജനിച്ചു വീഴുന്ന നാൾ മുതൽ ഒരു മനുഷ്യൻ മരണവും ആരംഭിക്കുകയാണ്. ജനിച്ചു വീഴുന്ന നാൾ മുതൽ മരണവും ആരംഭിച്ചു, തിരിച്ച് മണ്ണിലേക്കുള്ള യാത്ര. ഇവിടെ പൗലോസ് പറയുന്നു, പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. പാപം തൻ്റെ മോഹങ്ങൾ നമ്മിലൂടെ നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. മോഹം എന്ന് വെച്ചാൽ ശക്തമായ ആഗ്രഹം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം ശക്തമായി ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഒരാഗ്രഹം. അത് ഉള്ളിൽ കിടപ്പുണ്ട്, പുറത്തറിയില്ല. പുറത്ത് നമ്മൾ വെള്ളയും ഇട്ട് ഭദ്രമാണെന്ന് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രാത്രിയായപ്പോൾ, ഇതിന് പറ്റിയ കൂട്ടുകാരെ കിട്ടിയപ്പോൾ പതുക്കെ പാപത്തിലേക്ക് ചാഞ്ഞിറങ്ങി. അങ്ങനെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ഉള്ളിലെ വല്ലാത്ത ശക്തമായ ദാഹമുണ്ട്, ആഗ്രഹമുണ്ട്. ഇത് ഏതെങ്കിലും വിധത്തിലുള്ള ശക്തമായ ആഗ്രഹത്തെ കാണിക്കുന്ന വാക്കാണ് മോഹം എന്ന വാക്ക്. മർത്യ ശരീരത്തിൽ പാപം അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുന്നു. ഉള്ളിക്കിടക്കുന്ന മോഹമാണ് പുറത്ത് ഈ പാപത്തെ ഞാൻ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത്. എൻ്റെ ഉള്ളിലുള്ള അതിയായ ശക്തമായ ആഗ്രഹം, ഈ കാര്യം ചെയ്യാൻ, ഈ സുഖം അനുഭവിക്കാൻ, ഈ ബന്ധം അനുഭവിക്കാൻ, ഈ കാര്യം ചെയ്യാൻ
എൻ്റെ ഉള്ളിൽ വളരെ നാളുകളായി കൊണ്ടു നടക്കുന്ന മോഹം ശക്തമായ മോഹമാണ്. അതിന് തക്ക സാഹചര്യങ്ങൾ ഒരുക്കുകയും ഞാൻ അതിലേക്ക് നടന്നു ചെന്നത്. ഇതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ശക്തമായൊരാഗ്രഹം നന്മ ചെയ്യാൻ അല്ലെങ്കിൽ തിന്മ ചെയ്യാൻ, എന്തിനും ആഗ്രഹം വേണം. നന്മ ചെയ്യാൻ, വചനം പഠിക്കാൻ, ബൈബിൾ വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കാൻ, അതിനും ആഗ്രഹം വേണം. അതിന് ശക്തമായ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം അതിനായിട്ട് നമ്മെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തും. ദൈവത്തിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവരിൽ ദൈവം തൻ്റെ ബലം കാണിച്ചു തരും. ഇപ്പോൾ ഇവിടെ പാപം നമ്മുടെ ഉള്ളിലുള്ള മോഹത്തിലൂടെ നമ്മുടെ വാഴുകയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് തെറ്റായ മലിനമായ മോഹത്തെക്കുറിച്ചാണ്. ദൈവം നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചവനാണ്, രൂപപ്പെടുത്തിയവനാണ്. നമ്മുടെ ശരീരത്തിൽ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹം തെറ്റല്ല. ആഹാരത്തിന് വേണ്ടി നാം വിശക്കുമ്പോൾ ആഗ്രഹിക്കുന്ന പോലെ, തളർന്നിരിക്കുമ്പോൾ വിശ്രമത്തിന് ആഗ്രഹിക്കുന്ന പോലെ ദൈവം ഈ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഈ ആഗ്രഹങ്ങളിലൂടെ ദൈവത്തിന് തൻ്റെ ഹിതം നമ്മിൽ നിറവേറ്റാനും കഴിയും. ഇപ്പോൾ എല്ലാ ദൈവത്തിൻ്റെ ദാനങ്ങളും മനുഷ്യൻ ദുരുപയോഗിക്കുന്നത് പോലെ, നശിപ്പിക്കുന്നത് പോലെ ദൈവം തന്നിരിക്കുന്ന ഈ ആഗ്രഹം, മനുഷ്യ ശരീരത്തെ ദൈവം തന്നിരിക്കുന്ന ആഗ്രഹവും പലപ്പോഴും ദുരുപയോഗിക്കുകയും മലിനപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. സാത്താൻ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹത്തെ വക്രത നിറഞ്ഞ തെറ്റായ വഴിതെറ്റിയ നിലയിൽ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് വഴി തുറക്കാൻ ശ്രമിക്കും. നമ്മളുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഒരു യൗവനക്കാരൻ, ഒരു യൗവനക്കാരി, ആ വ്യക്തിക്ക് ഒരു വിവാഹ ജീവിതത്തിൽ പുരുഷൻ സ്ത്രീകൾ അനുഭവിക്കുന്ന സുഖത്തിനും ബന്ധത്തിനും ആഗ്രഹിക്കുകയാണെങ്കിൽ ആ പ്രായപൂർത്തിയായ യുവാവും യുവതിയും അവരുടെ മാതാപിതാക്കളെ കണ്ട് വിവാഹത്തിന് വേണ്ടിയുള്ള താല്പര്യത്തെ അറിയിക്കണം. അത് ദൈവം വെച്ചിരിക്കുന്ന വഴിയാണ്. ആ വഴി വിട്ട് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിച്ച് ലൈംഗികമായ ബന്ധത്തിലേർപ്പെടുമ്പോൾ അത് വക്രത നിറഞ്ഞ വഴിയാണ്. അത് സാത്താൻ കൊടുത്ത നിർദ്ദേശമാണ്. നിൻ്റെ ഉള്ളിലുള്ള ഈ ആഗ്രഹം, കാരണം നീ അശ്ലീല സാഹിത്യങ്ങളും നിൻ്റെ കൂട്ടുകാരുടെ നിർദ്ദേശങ്ങളും എല്ലാം കേട്ട് നിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ശക്തമായി രൂപപ്പെട്ടു. അത് ന്യായമായി ശരിയായ തരത്തിൽ തൃപ്തിപ്പെടുത്തുവാനുള്ള വഴി ദൈവം തന്നിട്ടുണ്ട്, വിവാഹബന്ധം. അതിന് പക്ഷേ തയ്യാറല്ല. അതിന് തയ്യാറാകാതെ വഴിവിട്ട തരത്തിൽ ആ മോഹത്തെ അനുസരിക്കാൻ ശ്രമിച്ചു. ഉദാഹരണം പറഞ്ഞത് എന്നാണ്. പെതേ പറഞ്ഞതുപോലെ സാത്താൻ നമ്മിലുള്ള ന്യായമായ എല്ലാ ആഗ്രഹങ്ങളും തെറ്റായ വഴിയിലൂടെ പൂർത്തിയാക്കാൻ വേണ്ടി നമുക്ക് പ്രോത്സാഹനം തരും, നിർദ്ദേശം തരും. കർത്താവ് യേശുവിന്റെ അടുക്കൽ നീ കല്ലപ്പമാക്കി കൽപ്പിച്ചതുപോലെ ന്യായമാണ്, പക്ഷെ തന്ന നിർദ്ദേശം തെറ്റാണ്. കർത്താവ് യേശുവിലുള്ള ദൈവിക ശക്തി സ്വാർത്ഥമായി സ്വന്തമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. യേശുവിനതറിയാം. അതുകൊണ്ട് സാത്താനെ തടഞ്ഞു നിർത്തി. ഇന്ന് നമ്മുടെ യുവാക്കൾക്ക് യുവതികൾക്കത് അറിയില്ല. ഈ പുകവലിച്ചാൽ, മദ്യപിച്ചാൽ എൻ്റെ ശരീരത്തിലെ പല അവയവങ്ങൾക്കും ഉണ്ടാകുന്ന കേടുപാടുകൾ, അപമാനം, നാണക്കേട്, ദ്രവ്യത്തിൻ്റെ നഷ്ടം, കുടുംബത്തിലുണ്ടാകുന്ന ചീത്തപ്പേര്, കുട്ടികളുടെ മുമ്പിലുള്ള മാതൃകയില്ലായ്മ, ഇതൊന്നും പലർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. ചിന്തിപ്പിക്കില്ല സാത്താൻ. ഇപ്പോൾ തെറ്റായ വഴിയിലൂടെ നമ്മളുടെ ആഗ്രഹത്തെ വഴിതെറ്റിക്കാൻ സാത്താൻ പ്രവർത്തിക്കും. അങ്ങനെ ദൈവത്തിനെ അപമാനിക്കാൻ. യാക്കോബ്, പുതിയ നിയമത്തിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം യാക്കോബ് എഴുതി. എവിടെ നിന്നാണ് ഈ മോഹം വന്നത്? മോഹം എവിടേക്ക് എത്തിക്കും? യാക്കോബ് 14 ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയില്ല. എൻ്റെ ഉള്ളിൽ മോഹമുണ്ടെങ്കിലേ എൻ്റെ ചുറ്റും എൻ്റെ മുമ്പിൽ ഒരുക്കി വെച്ചതായ ആ ഒരു പ്രലോഭനത്തിൽ ഞാൻ വീഴുകയുള്ളൂ. എൻ്റെ മുമ്പിൽ ആ മോഹമില്ലെങ്കിൽ, ശക്തമായൊരു ദാഹം ആ കാര്യത്തിൽ എൻ്റെ ഉള്ളിലില്ലെങ്കിൽ, എൻ്റെ മുമ്പിൽ എത്രയെല്ലാം ഒരുക്കപ്പെട്ടാലും ഞാൻ അതിലേക്ക് വീഴില്ല. എൻ്റെ ഉള്ളിൽ മോഹമുണ്ടാകണം, ആഗ്രഹമുണ്ടാകണം. പുറത്താരും അറിയില്ല. ശക്തമായൊരു ആഗ്രഹം, ഒരു കൊതി, ഒരു ഇഷ്ടം, ഒരു താല്പര്യം എൻ്റെ ഉള്ളിൽ നാളുകളായി രൂപപ്പെട്ടിരിക്കണം. അത് ശക്തമായി എൻ്റെ ഉള്ളിലുണ്ടാകണം. അത് പലതിലൂടെയാണ് എൻ്റെ ഉള്ളിൽ അത് വന്നത്. അതിനുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഞാനത് അകത്തേക്ക് കൊണ്ടുവന്നത്. ഞാൻ അതിനെ താലോലിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. ഒരു സമയമെത്തിയപ്പോൾ അതെനിക്ക് മുമ്പിലൊരു അവസരം ഉണ്ടാക്കി തരും. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ മോഹം ശക്തമായിരിക്കുന്നത് കൊണ്ട് മുമ്പിലുണ്ടായ അവസരം ഞാൻ ഉപയോഗിക്കും. അതുകൊണ്ടാണ് യാക്കോബ് എഴുതിയത് ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ. വേറെ ആരെയും കുറ്റം പറയാൻ നമുക്ക് അവകാശമില്ല. കൂട്ടുകാരിത് വെച്ച് നീട്ടിയതല്ല, അവർ വാതിൽ തുറന്ന് എന്നെ ക്ഷണിച്ചത് കൊണ്ടല്ല. എൻ്റെ ഉള്ളിൽ മോഹമുണ്ടായിരുന്നു, അതാണ് എന്നെ വഴിതെറ്റിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ, ഏറ്റവും കപടമെന്ന് ദൈവം അവതരിപ്പിച്ച ഹൃദയത്തെ സൂക്ഷിക്കാൻ പറഞ്ഞത്. ജീവൻ്റെ ഉത്ഭവം ഹൃദയത്തിൽ നിന്നാണ്, അതോടൊപ്പം നശിക്കുന്നതും അവിടെ നിന്നാണ്.
ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെട്ടതല്ല, എൻ്റെ ഉള്ളിൽ മോഹമുള്ളത് കൊണ്ടാണ് ആകർഷിച്ച് വശീകരിക്കുക. യാക്കോബ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ ചില മനുഷ്യരുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായ തൃഷ്ണകൾ, താല്പര്യങ്ങൾ ശക്തമായതുകൊണ്ട് എനിക്ക് ഒരിക്കലും അതിനെ എതിർക്കാൻ പറ്റില്ല. എൻ്റെ ഉള്ളിലുള്ള മോഹം അതിശക്തമായതുകൊണ്ട് എനിക്കതിനെ തടയാൻ പറ്റില്ല. പൗലോസ് അങ്ങനെയല്ല. വിശ്വാസത്താലും ക്രിസ്തുവിൻ്റെ ചേരുവ സ്നാനമേറ്റതിലൂടെയും ദൈവത്തോടുള്ള അനുസരണത്താലും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവരാണ്. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയും. അങ്ങനെയാണ് ദൈവമക്കൾ അവരുടെ തീരുമാനമെടുക്കുന്നത്. അവർക്ക് നല്ല ആഗ്രഹങ്ങളും ശക്തമായ പാപമോഹങ്ങളും ഉള്ളവരായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വഴികൾ അറിഞ്ഞു, അവരുടെ പാപജീവിതത്തിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി. അത് അവരെ നരകത്തിൽ എത്തിക്കുമെന്നുള്ള തിരിച്ചറിവുണ്ടായി. അതിൻ്റെ ദുരന്ത അവസ്ഥകളൊക്കെ അവർ കണ്ടു. ദൂഷ്യമായ ഭവിഷ്യത്തുകൾ തിരിച്ചറിഞ്ഞു. അവരെ നശിപ്പിക്കും, അവരെ അഗ്നികുണ്ഡത്തിൽ അവരെ തള്ളിയിടുമെന്നൊക്കെ തിരിച്ചറിഞ്ഞു. അവിടെ രക്ഷകനായ യേശുവിൻ്റെ സുവിശേഷത്തോട് കീഴ്പ്പെട്ടു, രക്ഷ പ്രാപിച്ചു. ആഗ്രഹം, രക്ഷിക്കപ്പെടാനുള്ള ആഗ്രഹം നല്ല കാര്യത്തിന് ഉപയോഗിക്കണം. പാപത്തിൽ നിന്ന് മോചനം നേടാനുള്ള ആഗ്രഹം, ഈ തിന്മയിൽ നിന്ന് എനിക്ക് പുറത്തു വരണമെന്നുള്ള ആഗ്രഹം, ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം, എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനപ്പെടണം എന്നുള്ള ആഗ്രഹം. അതാണ് ഏറ്റവും പ്രധാനം, ഈ ആഗ്രഹം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ദൈവം കൊടുക്കുന്ന സഹായം എന്താണ്? റോമലേഖനം 8:13 പൗലോസ് അപ്പോസ്തലൻ റോമലേഖനം 8:13 ഇങ്ങനെ പറയും: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ നിഷ്ക്രിയമാക്കണം. അതിന് ദൈവവചന വായന, ദൈവവചന പഠനം, ദൈവമക്കളുടെ കൂട്ടായ്മ, പ്രാർത്ഥനാ ജീവിതം, ഇതിലൂടെയെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം, നിഷ്ക്രിയമാക്കണം. അത് തല പൊക്കുമ്പോൾ അതിൻ്റെ തല താഴ്ത്തിക്കണം. ആഗ്രഹിക്കുന്നതനുസരിച്ച് ചെയ്തു കൊടുക്കരുത്. ആ തരത്തിൽ നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും ആത്മീയമായി. അവിടെയാണ് ദൈവാത്മാവിൻ്റെ സഹായം. അപ്പോൾ നമുക്ക് പാപത്തോട് നോ, ഇല്ല, എനിക്ക് വേണ്ട, ഞാൻ വരില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം, ബലം കാണിക്കണം, തീരുമാനം കാണിക്കണം, നിർണയം കാണിക്കണം. നമുക്കതിന് കഴിയും. മനഃശാസ്ത്രജ്ഞ പഠനത്തിൽ പോലും വ്യക്തമായി പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ മുമ്പിൽ വരുന്ന സെയിൽസ്മാനോട് പലതരത്തിൽ നമ്മളെ വാക്കുകൾ കൊണ്ട് വശീകരിച്ച് നമ്മുടെ കയ്യിലേക്ക് ആ ഉൽപ്പന്നം, പുസ്തകം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് നോ പറയാൻ പറ്റും. നോ പറയാൻ ശീലിച്ചു കഴിഞ്ഞാൽ, ആ നോയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ സാധിച്ചാൽ ആ സെയിൽസ്മാൻ്റെ തന്ത്രം പൊളിയും. അതുപോലെ സാത്താൻ്റെ തന്ത്രം പൊളിയും. നോ എന്ന് പറയാൻ സാധിച്ചാൽ, ഇല്ല ഞാൻ മുട്ടുമടക്കില്ല, ഇല്ല ഞാൻ വണങ്ങില്ല, ഈ വിഗ്രഹത്തിൽ മുമ്പ് ഞാൻ കുമ്പിടില്ല എന്ന് ഉറക്കെ ആഴമായ ബോധ്യത്തിൽ നിന്ന് പറയാൻ സാധിച്ചാൽ സാത്താൻ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറഞ്ഞത്: ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. അത് വളരെ പ്രധാനം. ഓരോ മനുഷ്യർക്കും അവരുടേതായ ബലഹീനതകളുണ്ട്, അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ചില മനുഷ്യർക്ക് മദ്യപാനം, മയക്കുമരുന്ന് വിശ്വാസികൾക്കുള്ളതല്ലാതെ മനുഷ്യരെന്ന നിലയിൽ സാധാരണ മനുഷ്യരിലുള്ള വിശ്വാസികളുടെ ജീവിതത്തിൽ അത് പാടില്ല. ശരീരം ദൈവത്തിൻ്റെ ആലയമെന്ന് ബോധ്യമുള്ള ഒരു വിശ്വാസിയും ആ ബലഹീനതയിൽ കുടുങ്ങില്ല. മറ്റു ചിലരെ സംബന്ധിച്ച് അവിഹിത ബന്ധങ്ങൾ, അതുപോലെ ആഴത്തിൽ കൊണ്ടുകിടക്കുന്ന രഹസ്യമായൊരു ആഗ്രഹമാണ്. വേറെ ചിലർക്ക് പരദൂഷണം, സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുക അവരുടെ ഒരു ബലഹീനതയാണ്. ചിലർക്ക് വിനോദങ്ങൾ, കായിക വിനോദങ്ങൾ. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് വളരെയധികം ഇഷ്ടമാണ് കായിക പരിപാടികൾ, പന്ത് കളികൾ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ എന്തു തന്നെയാകട്ടെ നമ്മുടെ ബലഹീനം ആണെന്നുള്ള കാര്യം തെറ്റല്ല, പക്ഷെ അതിൽ വീഴരുത്. ബലഹീനത നമ്മളിൽ പാപം അതിൻ്റെ മോഹങ്ങൾ അനുസരിക്കുമാറ് നമ്മളിൽ വാഴാതെ നോക്കണം. ദൈവന വായനയില്ല, പ്രാർത്ഥനാ ജീവിതമില്ല, ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമില്ല. ആ ദിവസം മാരത്തോൺ ഓടാൻ പോവുകയാണ്, ആ ദിവസം കായിക മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്, എല്ലാ ദിവസവും ഞായറാഴ്ച രാവിലെ അതിൻ്റെ പരിശീലനത്തിന് പോവുകയാണ്. അവിടെ നമ്മൾ അപകടത്തിൽപ്പെടും. അത് തെറ്റല്ല, ഈ ഓട്ടം, കായിക വിനോദങ്ങൾ. പക്ഷേ അതിനുവേണ്ടി ആത്മീയ കാര്യങ്ങൾ അവഗണിക്കുമ്പോൾ, ആത്മീയ കാര്യങ്ങളുടെ പ്രാധാന്യം ഇല്ലാതാക്കുമ്പോൾ പാപം നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞു. പാപം അതിൻ്റെ മോഹങ്ങൾ അനുസരിക്കുമാറ് നമ്മുടെ മേൽ വാഴരുതെന്നാണ്. അവിടെ ഒരു
വാഗ്ദാനമുണ്ട്. പൗലോസ് അപ്പോസ്തലനിലൂടെ അത് അവതരിപ്പിക്കും. 1 കൊരിന്ത്യർ 10:30 അവിടെ പറയുന്നത് 1 കൊരിന്ത്യർ 10:13 മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് അവർ പോക്കുവഴിയുണ്ട്. പരീക്ഷയോടുകൂടെ നമ്മൾ നേരിടുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ ഒരു പോക്കുവഴി വെച്ചിട്ടുണ്ട്. നമ്മൾ വേണമെങ്കിൽ ഇന്ന് പുറത്ത് കിടക്കാം, പക്ഷേ നമുക്ക് ആഗ്രഹിക്കണം. ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. കൂടുതൽ ദൈവവനം പരിജ്ഞാനം പ്രാപിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് പെട്ടെന്ന് വരുന്നാൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? സമർപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ വാക്ക്. സമർപ്പിക്കണം. എന്താണ് സമർപ്പിക്കണം? 13 വാക്യത്തിൽ അത് ഇങ്ങനെ അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിൽ സമർപ്പിക്കുകയും അരുത്. ഒന്നാമത് പറയും, നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിൽ സമർപ്പിക്കരുത്. സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റ് ചെയ്യുക, പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ, ശരീരത്തിലെ അവയവങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ. അതിനകത്ത് കണ്ണുണ്ടാകാം, ചെവിയുണ്ടാകും, വായുണ്ട്, കൈയുണ്ട്, കാലുണ്ട്. ഇതെല്ലാ അവയവങ്ങളും ഇത് പാപത്തിന് വേണ്ടി കയറി വരാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ കണ്ണുകൾ കൊണ്ട് മോശമായ അശ്ലീല സാഹിത്യങ്ങളും അശ്ലീല പുസ്തകങ്ങളും അശ്ലീല സൈറ്റുകളും ഒക്കെ നമുക്ക് കാണാം. നമ്മുടെ കണ്ണ് ആ വിധത്തിൽ ഉപയോഗിക്കാം. നമ്മുടെ ചെവി കൊണ്ട് പരദൂഷണം കേൾക്കാം, മോശമായ കാര്യങ്ങൾ കേൾക്കാം, വൃത്തികെട്ട മലിനമായ പാട്ടുകളും കഥകളും ഒക്കെ കേൾക്കാം. ചെവി ആ തരത്തിൽ ഉപയോഗിക്കാം. വാ കൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാം, മദ്യപിക്കാം. കൈകൾ കൊണ്ട് നമ്മുടേതല്ലാത്തത് എടുക്കാൻ ഉപയോഗിക്കാം. കാലുകൊണ്ട് പോകാൻ പാടിയ സ്ഥലത്ത് പോകാൻ ഉപയോഗിക്കാം. ശരീരത്തിലെ അവയവങ്ങളാണ്. ഇതൊക്കെ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഇടയുണ്ട്. സങ്കീർത്തനം 1:1 ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസ ഇരിപ്പിടത്തിലിരിക്കാതെയും. ആലോചന കേട്ടു, എന്നിട്ട് നടന്നു, പരിഹാസയുടെ വഴിയിൽ പോയി അവിടെ പോയി ഇരുന്നു എന്ന് പറയുന്ന പോലെ ശരീരത്തിലെ അവയവങ്ങൾ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഇടയുണ്ട്. പക്ഷേ അതേ സമയത്ത് ഇത് വെറും ശരീരത്തിലെ അവയവങ്ങൾ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്. ലൂക്കോസ് 6:45 ലൂക്കോസ് ഇപ്രകാരം പറയും, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായി നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നു. ഹൃദയം ശ്രദ്ധിക്കണം. ഈ പുറത്തുള്ള അവയവങ്ങളെ മാത്രം നോക്കിയാൽ പോരാ. ഇതിൻ്റെ രഹസ്യമായി പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ ഹൃദയം. അവിടെയാണ് എല്ലാം കുടികൊള്ളുന്നത്. ഏറ്റവും കപടതയുള്ളൊരു കാര്യം ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അവിടെയാണ് ഈ മോഹങ്ങൾ വർഷങ്ങളായി കൊണ്ടു നടക്കുന്നത്. വർഷങ്ങളായി പ്ലാനും പദ്ധതിയും ഒരുക്കുകയാണ്. തക്കതായ അവസരം കിട്ടിയപ്പോൾ അത് പുറത്തു വന്നു. പുറത്തു വന്നപ്പോഴല്ല അത് ആരംഭിച്ചത്, വർഷങ്ങളായി ഉള്ളിൽ കിടക്കുകയാണ്. അതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങളുടെ അവയവങ്ങൾ, അതേ ശരീരത്തിലെ അവയവങ്ങൾ, കയ്യ്, കാല് തുടങ്ങിയ ശരീരത്തിലെ സകല അവയവങ്ങളും അനീതിയുടെ ആയുധങ്ങളായി. ഇപ്പോൾ ശരീരത്തിലെ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ വെറും ശരീരത്തിലെ അവയവങ്ങൾ മാത്രമല്ല, നമ്മുടെ പ്രാപ്തി, കഴിവ്, ചിന്ത, വിചാരം, ആഗ്രഹം, മനോഭാവം, ഇതെല്ലാം ഉൾപ്പെടും. നമ്മളെ മുഴുവനായിട്ട് അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കും. ആയുധം എന്ന് പറഞ്ഞാൽ ഉപകരണം. ആയുധം യുദ്ധത്തിൻ്റെ വാക്കാണ്, സൈനിക യുദ്ധത്തിലെ വാക്കാണ്. ആയുധങ്ങളായി ഉപയോഗിക്കണം. സാത്താൻ നമ്മുടെ ശരീരത്തെ ഉപയോഗിച്ചാണ് നമ്മളെ പിടികൂടാൻ പോകുന്നത്. ഇത് ആത്മീയ പോർക്കളമാണ്. എഫേസ്യ ലേഖനം 6 ദൈവത്തിൻ്റെ പടച്ചട്ട നമ്മൾ അണിയണം. സത്യം അരക്കി കെട്ടി, വിശ്വാസം എന്ന കവചയെടുത്ത്, സമാധാന സുവിശേഷമുള്ള ഒരുക്കം കാലിനെ ചെരിപ്പാക്കി, ആത്മാവിൻ്റെ വാളായ വചനം കയ്യിലെടുത്തുകൊണ്ട് നിൽക്കണം. നമ്മളെ ആരുടെ വശത്താണെന്ന് ബോധ്യം വേണം. കർത്താവിൻ്റെ വശത്താണോ സാത്താൻ്റെ വശത്താണോ? സാത്താൻ്റെ വശത്താണെങ്കിൽ നമ്മളെ ദൈവം ഒരു വിധത്തിലും സഹായിക്കില്ല. സാത്താൻ നമ്മളെ അവൻ്റെ വശത്താക്കുന്നത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിലൂടെ നമ്മുടെ മോഹങ്ങളെ, ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് തരാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നുകൊണ്ട് നമ്മളെ ഉപയോഗിക്കും, അവൻ്റെ വശത്താക്കും. ഇതിൻ്റെ മറുവശം പറഞ്ഞ എന്താണ്? 6:13 അതിൻ്റെ അടുത്ത ഭാഗം. അപ്പോൾ ആദ്യം പറഞ്ഞു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നമ്മുടെയും കൂടെ താല്പര്യമില്ലാതെ സംഭവിക്കില്ല. ഞാനൊരു കാര്യം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെയും കൂടെ ഇഷ്ടമാണ്, എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ്, എൻ്റെ ഉള്ളിലുള്ള മോഹമാണ്, ഞാൻ തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ്. ഇപ്പോൾ സാഹചര്യം ഒത്തു വന്നു, അതുകൊണ്ട് ഞാൻ എന്നെ സമർപ്പിച്ചു. അല്ല, ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണ്. അവർ വന്ന് വിളിച്ചിട്ടാണ്, അവർ പറഞ്ഞിട്ടാണ്, എൻ്റെ വീട്ടിൽ വന്നതുകൊണ്ടാണ്, നന്നായിട്ട് ഒരു ക്ലാസ് എടുത്തുകൊണ്ടാണ്. അല്ല, നമ്മുടെ ഉള്ളിൽ ദൈവത്തുള്ള സ്നേഹമില്ലാത്തത് കൊണ്ടാണ്, വചനപരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്, ദൈവഹിതം എന്തെന്നറിയാനുള്ള യഥാർത്ഥ ആത്മാർത്ഥമായ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്, നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ദോഷം എന്താണെന്നുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മൾ തന്നെയാണ് സമർപ്പിച്ചത്. അതുകൊണ്ട് പൗലോസ് സമർപ്പിക്കരുത്. നിങ്ങളുടെ ചെവി ദുരുപദേശം കേൾക്കാൻ കൊടുക്കരുത്. ദുരുപദേഷ്ടാവിനെ നോക്കിക്കൊണ്ടിരിക്കരുത്.
കാണാൻ സുന്ദരനായിരിക്കും, അവൻ വശീകരിക്കും. സൂക്ഷിക്കാൻ പറയുകയാണ്. നിങ്ങളുടെ അവയവങ്ങൾ നിങ്ങളുടേതാണ്. നിങ്ങളുടെ നാവ് നിങ്ങളുടേതാണ്, ചെവി നിങ്ങളുടേതാണ്, കണ്ണ് നിങ്ങളുടേതാണ്, കൈയും കാലും ശരീരം എല്ലാം, ഹൃദയം ഉൾപ്പെടെ എല്ലാം നിങ്ങളുടേതാണ്. അത് എന്തിനുപയോഗിക്കണം? വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവ പൈതലെ നീ എന്തിനുപയോഗിക്കണം എന്ന് ബോധ്യം വേണം. അതുമാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുകയും. സമർപ്പിക്കുക. എന്ത് ചെയ്യണം? സമർപ്പിക്കണം. നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം. അതുകൊണ്ട് തിന്മ ചെയ്യുന്നത് അവസാനിപ്പിച്ച്, ഞാൻ ഇനി തിന്മ ചെയ്യുന്നത് ഞാൻ ആവർത്തിക്കില്ല, ഞാൻ അവസാനിപ്പിച്ചു. അതുപോരാ, നന്മ കൂടെ ചെയ്യണം. നന്മ കൂടെ ചെയ്യണം. തോട്ടത്തിൽ നിന്ന് കള മുഴുവൻ പറിച്ചു കളഞ്ഞു, തോട്ടം വൃത്തിയായി. പോരാ, പൂക്കളും മലക്കറികളും നട്ടുപിടിപ്പിക്കണം. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. നിങ്ങളെ തന്നെ മുഴുവനായിട്ട് ഏൽപ്പിക്കണം, ദൈവത്തിൻ്റെ നീതിയുള്ള ഉദ്ദേശത്തിനായിട്ട്. നമ്മുടെ ശരീരം അതിനായിട്ട് ഉപയോഗിക്കണം. ശരീരം കൊണ്ട് അല്പനേരം സഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഈ ശരീരം അങ്ങനെ ഉപയോഗിക്കണം. അപ്പോൾ അനീതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള അവസരങ്ങൾക്ക് കുറയും, അതിനുള്ള താല്പര്യം താനേ കുറയും, നമ്മുടെ പരാതികൾ കുറയും. ഇടയ്ക്ക് ആശുപത്രിയിൽ സന്ദർശിച്ചാൽ മതി, നമ്മുടെ പരാതികൾ ഇല്ല ഇല്ല എന്നുള്ള വാക്കുകൾ കുറയും. ഭക്ഷണമില്ല, ഭക്ഷണത്തിന് രുചിയില്ല എന്നുള്ള ആ പരാതി കുറയും. ഇപ്പോൾ ദൈവം നമ്മുടെ ശരീരങ്ങളെ തൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഉപയോഗിക്കും. നമ്മുടെ ശരീരത്തിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ ഹിതം മറ്റുള്ളവരോട് അറിയിക്കാൻ നമ്മുടെ വായു ഉപയോഗിക്കും. ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ നമ്മളെ ഉപയോഗിക്കും. മനുഷ്യരെ ദൈവം ഉപയോഗിക്കും. തളർന്നു കിടക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിക്കാൻ നമ്മളെ അടുക്കൽ ചെന്ന് ആ മനുഷ്യൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നമ്മളെ ദൈവം ഉപയോഗിക്കും. ദൈവത്തിന് ഓരോ വ്യക്തികളെ, സന്നദ്ധരായ വ്യക്തികളുണ്ട് വേണം. നമ്മൾ തയ്യാറാകണം. ദൈവത്തിന് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടണം. എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ആശ്വാസം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്കതിന് കഴിയണം, ഞാൻ തയ്യാർ. അവിടെ ദൈവം നമ്മളെ ഉപയോഗിക്കും. നമ്മുടെ അവയവങ്ങളെ, ശരീരത്തിൽ ഓരോ അവയവങ്ങളെ ഉപയോഗിക്കും ദൈവം. ഒരു ദൈവത്തിന് മഹത്വമുണ്ട്. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ നിറവേറ്റും. ഇത് പൗലോസ് പറയുമ്പോൾ ഒരു ശക്തമായൊരു പ്രോത്സാഹനം, ഒരു പ്രചോദനം. എന്തുകൊണ്ട് ചെയ്യണം? അതിനെ പ്രേരിപ്പിക്കുന്ന ശക്തമായൊരു കാര്യം പറയൂടെ, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ മരിച്ചവരാണ്, മരിച്ചിട്ട് ജീവിക്കുന്നവരാണിപ്പോൾ. സാത്താൻ്റെ പിടിക്കകത്ത് കിടന്ന അഗ്നികുണ്ഡത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി കിടന്നവരാണ്. വഴിയിൽ ആരും തിരിഞ്ഞു നോക്കാതെ, വസ്ത്രം പോറുമില്ലാതെ രക്തത്തിൽ കുളിച്ച് കിടന്നവരാണ് നിങ്ങൾ. അന്ധവിശ്വാസത്തിൻ്റെ കണ്ട ഇഴജന്തുക്കളുടെയും പട്ടിയുടെയും പൂച്ചയുടെയും ചെന്നായുടെയും ആടിൻ്റെയും മാനിൻ്റെയും അങ്ങനെ പലതിൻ്റെ മുമ്പിൽ കുമ്പിട്ട് കിടന്നവരാണ്. അന്ധവിശ്വാസത്തിലും നിരീശ്വരവാദത്തിലും തത്വചിന്തയിലും ദൈവനിഷേധത്തിൻ്റെ പല വഴികളിൽ കിടന്നവരാണ്. പാപത്തിൽ മരിച്ചവരാണ്. അങ്ങനെയുള്ള നമ്മയാണ് ദൈവം ജീവിപ്പിച്ചത്. അങ്ങനെയാണ് ദൈവം ജീവിപ്പിച്ചത്. അപ്പോൾ അല്പമെങ്കിലും നമ്മളൊരു നന്ദി പ്രകടിപ്പിക്കണ്ടേ? നമ്മളെ കൊണ്ടുവന്ന ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, സാത്താൻ്റെ കീഴിൽ ദൈവത്തിൻ്റെ ശത്രുക്കളായി കിടന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ വിളിച്ചു കൊണ്ടുവന്നെങ്കിൽ നമുക്കുള്ള നന്ദി എങ്ങനെ പ്രകടിപ്പിക്കണം? നമ്മളെ രക്ഷിച്ച് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല, കുടുംബ മഹിമ കൊണ്ടല്ല, മറ്റു യാതൊരു യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ അതിനോടുള്ള നന്ദി. ആ 10 കുഷ്ഠരോഗിയുടെ അവസ്ഥ അല്ല, ഒരാൾ ഒഴികെ ബാക്കി 9 പേരും എന്താ കാണിച്ചത്? കുഷ്ഠരോഗം, ഇന്നത്തെയും ഒരു സമയത്ത് ഒരു ചികിത്സ പോലുമില്ലാത്ത ഏറ്റവും മാരകമായ രോഗം, പാപം കുഷ്ഠരോഗത്തിലൂടെ കാണിക്കുന്നതാണ്. അവിടെ നിന്ന് സൗഖ്യം കിട്ടിയിട്ടും ഒന്ന് തിരിഞ്ഞു വരാൻ തയ്യാറല്ല. കുഷ്ഠരോഗം മാറിയിട്ടെന്ത് കാര്യം? അവൻ്റെ മനസ്സിലെ കുഷ്ഠം മാറിയില്ല. ഇവിടെ ഇതാ കർത്താവ് ചോദിക്കുന്നു, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി. നിങ്ങൾ അറിയണം, നിങ്ങൾ പരിഗണിക്കണം. നിങ്ങളെ തന്നെ ശരിക്കും പരിഗണിച്ചാൽ നിങ്ങളെ തന്നെ ദൈവത്തിനെ ഏൽപ്പിക്കും. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ചെയ്തതെന്ന് വെച്ച് നോക്കുമ്പോൾ ഞാൻ ചോദിച്ചത് കൂടുതലാണോ? ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്തു തന്നത്? അത് ആദ്യം മനസ്സിലാക്കിയാൽ ദൈവം ഞാൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കും. ഞാൻ തയ്യാർ എന്ന് നമ്മൾ പറയും. നമ്മൾ കൂടെ മാറിയിരുന്ന് ഈ പരാതി പറയുകയും പരിദൂഷണം പറയുകയും ചെയ്തൊക്കെ നിർത്തും. ഞാൻ ദൈവത്തിൻ്റെ പ്രയോജനപ്പെടും. തളർന്നിരിക്കുന്നവരെ ഞാൻ ബലപ്പെടുത്തും. എനിക്ക് ദൈവം അത്രമാത്രം തന്നു. അവൻ്റെ കാൽക്കൽ കിടക്കും ഞാൻ. അവൻ്റെ കാല് ഞാൻ കണ്ണുനീര് കൊണ്ട് തുടയ്ക്കും. എനിക്ക് അത്രമാത്രം തന്നു. ഏറെ കിട്ടിയവനാണ് ഞാൻ, ഏറെ കിട്ടിയവളാണ് ഞാൻ.
ഇതാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുകയും നിങ്ങൾ തന്നെ ഏൽപ്പിക്കുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടിലിരുന്ന് ബെഡ് കോഫിക്ക് വേണ്ടി നിലവിളിക്കുന്നതിന് മുമ്പ്, പത്രത്തിന് വേണ്ടി നിലവിളിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക. ദൈവമേ, എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്, കൂടാതെ എൻ്റെ കണ്ണ്, ചെവി, വാ, കൈ, കാല്, ശരീര അവയവങ്ങളെല്ലാം ഇന്നത്തെ ദിവസം നിനക്ക് പ്രസാദകരമായി, നിനക്ക് ഹിതകരമായ രീതിയിൽ കാര്യങ്ങൾ കാണാൻ, കേൾക്കാൻ, സംസാരിപ്പാൻ, പോകാൻ, വരാൻ, ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് സമർപ്പിക്കുക. ദൈവഹിതത്തിന് വേണ്ടി ജീവിക്കാൻ സമർപ്പിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കൂടുതലല്ല ദൈവം ചോദിച്ചത്. ദൈവം തന്നത് വെച്ച് നോക്കിയാൽ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. പഴയ കാലത്തെ ഇസ്രായേൽ ജനത്തെ പോലെയാണ് നമ്മളെ അവസ്ഥ. കിട്ടിക്കഴിയുമ്പോൾ, അനുഭവിച്ചോടം കഴിയുമ്പോൾ പിന്നെ പരാതി, അത് പോരാ, മറ്റെവിടെയെങ്കിലും വേറെ എന്തെങ്കിലും കിട്ടുമോ എന്ന ചിന്ത ഉണ്ടാവും. അവിടെയാണ് സാത്താൻ കാത്തിരിക്കും നമ്മളിൽ അതൃപ്തി ഉണ്ടാക്കാൻ. ഏതൻ തോട്ടത്തിൽ വന്നപ്പോഴും അങ്ങനെയാണ് ചോദിച്ചത്. ഈ തോട്ടത്തിലെ സകല വൃക്ഷത്തിൻ്റെ പഴം നിങ്ങൾക്ക് തിന്നാമെന്ന് അനുവദിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ വിലക്കപ്പെട്ടതിലേക്ക് ചിന്തിപ്പിക്കും. അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും സമർപ്പണവും അനുസരണവുമൊക്കെ പതുക്കെ കുറയും. അപ്പോൾ ഇവിടെ നമ്മുടെ ദൈവം പറയുന്നത്, എന്തിനാണിത് നമ്മൾ പറയുന്നത്? ക്രിസ്തുവിലുള്ള വിശുദ്ധ ജീവിതം, പുതിയ ജീവിതം എങ്ങനെ ജീവിക്കാം, അതിന് നാം നമ്മെ സമർപ്പിക്കണം. നമ്മുടെ ശരീരാവയവങ്ങൾ മാത്രമല്ല, നമ്മുടെ പ്രാപ്തി, കഴിവ്, മനസ്സ്, ഹൃദയം, ചിന്ത തുടങ്ങിയെല്ലാം അനീതിക്ക് വേണ്ടി ഉപയോഗിക്കരുത്. മറുവശത്ത് നീതിയുടെ ആയുധങ്ങളായി ഉപയോഗിക്കണം. ഇനി 14-ാം വാക്യം, ഉപസംഹാരം, നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇത് വെറുതെ കേട്ടിരിക്കാനുള്ളതല്ല. ജീവിതത്തിൽ ഇങ്ങനെയൊരു കാര്യം നമ്മൾ കേട്ടു എന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. ഇത് നമ്മൾ ചെയ്യണം. യഥാർത്ഥത്തിൽ കേൾക്കുന്നവർ പ്രമാണിക്കുന്നവരാണ്. ഒരു ശ്രമം ഉണ്ടാകണം. ദൈവം സഹായിക്കും. ദൈവകൃപ നിങ്ങൾക്കുണ്ടാകട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.